പ്രിയപ്പെട്ടവരെ, നമുക്ക് നിന്നുകൊണ്ട് തന്നെ ആരാധനയിൽ പങ്കെടുക്കാം. ദൈവവചന ശുശ്രൂഷകളെ സമയത്ത് കർത്താവിൻ്റെ വചനങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ, വചനങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അഭിഷേകമുണ്ടാകാൻ അച്ഛനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ചില സമയത്ത് കർത്താവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് പോകാൻ നമുക്ക് ഭാരമായി വരും, ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരും. ചില കാര്യങ്ങളിലെ കർത്താവിൻ്റെ വചനങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഭാരമായി വരും. അപ്പം നമ്മുടെ മനസ്സത് റിജക്റ്റ് ചെയ്യുക. അപ്പോഴാണ് ശ്രവണാഭിഷേകം എന്ന് പറഞ്ഞ ഒരു ആധ്യാത്മിക സങ്കേതമുണ്ട്. ശ്രവണാഭിഷേകം ചില ദൈവവചനമോ വചനാധിഷ്ഠിതമായ അനുഭവങ്ങളോ ഒരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരുമ്പോഴാണ് നമ്മുടെ അന്ധക്കരണത്തിന് അഭിഷേകം ഉണ്ടാകേണ്ടത്. നമുക്ക് രണ്ട് കരണമുണ്ടല്ലോ, ഒന്ന് ബാഹ്യകരണം, പിന്നെ ഒന്ന് ആത്മാവിൻ്റെ മനുഷ്യന് ആന്തരിക മനുഷ്യനും ബാഹ്യ മനുഷ്യനുമുണ്ട്. പൗലോസിൻ്റെ വെളിപാടുകളാണ്. അപ്പോൾ ആന്തരിക മനുഷ്യൻ്റെ കരണങ്ങൾ സ്ഥൂലമായ കരണങ്ങളാണ്, അല്ല ബാഹ്യ മനുഷ്യൻ്റെ കരണങ്ങൾ സ്ഥൂലമായ ഇങ്ങനെ പിടിക്കാനും തൊടാനും പറ്റുന്ന രീതിയിലുള്ള കരണങ്ങളാണ്. ഇനി ആന്തരിക മനുഷ്യൻ്റെ കരണങ്ങൾ ചെവി സൂക്ഷ്മമായ കരണങ്ങളാണ്. വചനം കേൾക്കണത് ആന്തരിക മനുഷ്യൻ്റെ ചെവികളിലേക്കാണ് പോണത്. എന്നിട്ട് അത് അഭിഷേകമായി മാറും. ഇപ്പം ഹേലി സാമുവേൽ 1 സാമുവേൽ 3-ാം അധ്യായത്തിലേക്ക് ഹേലിയും സാമുവേലും കിടന്ന് ഉറങ്ങണില്ലേ? ശിഷ്യനും ഗുരുവും കിടന്ന് വാഗ്ദാന പേടകത്തിൻ്റെ താഴെ കിടന്ന് ഉറങ്ങുക. പെട്ടെന്ന് സാമുവേൽ എന്ന് വിളി കേൾക്കും. അപ്പോഴേ എന്നാ ചെയ്യും? സാമുവേൽ ഗുരുവായ റബ്ബിയായ ഹേലിയോട് ചോദിക്കും, റബ്ബി എന്നെ വിളിച്ചോ? അപ്പോൾ പറയും, ഞാൻ നിന്നെ വിളിച്ചില്ല, നീ കിടന്നോളാം പറയും. പിന്നെയും പെട്ടെന്ന് കഴിയുമ്പോൾ സാമുവേൽ എന്ന് വിളിക്കും. അപ്പോഴും അതുപോലെ തന്നെ ഹേലിയോട് ചോദിക്കും, റബ്ബി എന്നെ വിളിച്ചോ? ഇല്ല എന്ന് പറയും. 3-ാം പ്രാവശ്യത്തിന് മുമ്പ് ഹേലിക്ക് കാര്യം മനസ്സിലാകും, വിളിച്ച ആൾ വേറെയാണ് എന്ന് പറയും. അപ്പോൾ പറയും, സാമുവേൽ നിന്നെ ഇനി വിളിക്കുകയാണെങ്കിൽ നീ പറയണം, ലോർഡ് ഹിയർ ഐ ആം, കർത്താവേ ഇതാ ഞാൻ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സാമുവേൽ ഹേലിയും ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്കെല്ലാം കേൾക്കാൻ പാടില്ലേ? ഇല്ലേ? ഒരാളെ കേൾക്കുകയും ഒരാളെ കേൾക്കാതിരിക്കുകയും ചെയ്യണില്ലല്ലോ. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കേൾക്കണത്, അതുകൊണ്ടാണ്. അപ്പോൾ മറ്റത് ഒരേ സമയത്ത് സംസാരിച്ചിട്ട് ഹേലിക്ക് കേൾക്കാൻ പറ്റണില്ല, ഗുരുവിന് കേൾക്കാൻ പറ്റണില്ല, ശിഷ്യന് കേൾക്കാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ശിഷ്യൻ കേട്ടത് ഈ ചെവി കൊണ്ടാണെങ്കിൽ ഗുരു ഈ ചെവി കൊണ്ട് കേൾക്കേണ്ടതല്ലേ, അല്ലേ? ശിഷ്യൻ കേട്ടത് ഈ ചെവി കൊണ്ടാണെങ്കിൽ ഗുരു ആ ചെവി കൊണ്ട് തന്നെ കേൾക്കേണ്ട. അപ്പോൾ ഈ ചെവി അല്ലാതെ വേറൊരു ചെവി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അതാണ് അന്ധക്കരണം, ആത്മാവിൻ്റെ ചെവികൾ. ഈ അന്ധക്കരണത്തിലാണ് നമുക്ക് അഭിഷേകം വേണ്ടത്. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അന്ധക്കരണങ്ങൾ അടഞ്ഞുപോയൊരു സമയമുണ്ടായി. എപ്പോഴാണ് ഈ അന്ധക്കരണങ്ങൾ അടഞ്ഞു പോണത്? പ്രയാസങ്ങൾ കൂടുമ്പോൾ അന്ധക്കരണങ്ങൾക്ക് ചില സമയത്ത് അടവി സംഭവിക്കും. പിടിയിടുക. പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈശോ ശിഷ്യന്മാരോട് എന്നാ പറയണത്? നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, അവൻ മനുഷ്യപുത്രൻ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും.
അവർ അവനെ പീഡിപ്പിക്കും, അവർ അവനെ വധിക്കും, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇങ്ങനെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പറയണത് കാരണം അപ്പോസ്തലന്മാർക്കത് അന്ധകരണങ്ങളിലേക്ക് അഭിഷേകമില്ലാതിരുന്ന കാരണം അത് മനസ്സിലായില്ല. അവർ ദുർന്യായമൊക്കെ പറയാൻ തുടങ്ങി. എന്താണ്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ദൈവം കനിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിൻ്റെ വചനങ്ങളെ റിജക്റ്റ് ചെയ്തു. ഇല്ലേ? ഇതുപോലെ വിശ്വാസിയുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ അത്യാവശ്യമായിട്ട് വരുന്നതായിരിക്കും. കാര്യം എന്താണ്, ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? പീഡാസഹനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ഇന്നവിറ്റബിൾ ഈവിൾ പോലെ അപ്രതിരോധ്യമായ അനിവാര്യമായ ഒരു തിന്മ പോലെ ചില സമയത്ത് കുരിശ് വരും. ഈ അനിവാര്യമായ കുരിശ് വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ വിശ്വാസിക്ക് പറ്റാണ്ട് വരുമ്പോൾ വിശ്വാസി സ്വാഭാവികമായിട്ടും അതിനെ റിജക്റ്റ് ചെയ്യും, അതിനെ തിരസ്കരിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈശോ ഇവരെ താബോർ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നമുക്കിടത്ത് പോകാം. കാര്യം ഈശോ പറയണ ഒന്നും അവർക്ക് മനസ്സിലാവണില്ല. പത്രോസ് വരെ ഈശോനെ മാറ്റി നിർത്തി ദുർന്യായം പറയാൻ തുടങ്ങിയിരിക്കുക. വചനത്തിനെതിരെ പ്രതിരോധിക്കുമ്പോൾ പത്രോസിനോട് പറഞ്ഞു, നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയും. അങ്ങനെ വിളിച്ചുകൊണ്ട് അപ്പായുടെ അടുത്ത് കൊണ്ടുചെല്ലും. അപ്പാടെ മലമുകളിൽ ഇവർ കയറി താബോറിൻ്റെ ഉച്ചിയിലെത്തുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ലക്ഷണം മാറും. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിക്കും, അവൻ്റെ വസ്ത്രം വെള്ള വീശും, മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, പ്ലീസ് ഹിയർ ഹിം. ഇതാണ് ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. അപ്പോൾ നമ്മൾ അത് 17-ാം അധ്യായം 9-ാം വാക്യമാണ് എന്തിൻ്റെ മത്തായിയുടെ സുവിശേഷം. പണ്ടിതുപോലെ പറഞ്ഞായിരുന്നു. എവിടെ വെച്ചാണ് പറഞ്ഞത്? ജ്ഞാനസ്നാന വേളയിൽ പറഞ്ഞു. അത് പറഞ്ഞത് ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലേ? ഇപ്പം സംപ്രീതനായിരിക്കണം എന്നല്ല പറയണത്, ഇപ്പോൾ അവനെ ശ്രവിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ശ്രവണ അഭിഷേകം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അതായത് സങ്കടം കാര്യം പരീക്ഷയ്ക്ക് തോക്കുകയോ കല്യാണം താമസിക്കുകയോ കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിക്കുകയോ ചെയ്യുമ്പോൾ ഈ ശ്രവണാഭിഷേകം പതുക്കെ ഡാമേജ് ആകും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോഴേ ശ്രവണാഭിഷേകം നമുക്ക് കർത്താവിൻ്റെ വചനം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, മടുപ്പാകും, ഇങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ വേറെ മരുന്നൊന്നുമില്ല ഇതിന്. പ്രാർത്ഥന കുറഞ്ഞാൽ അത് പ്രാർത്ഥന തന്നെ അതിന് മരുന്നുള്ളൂ. ഉഷ്ണന ശാന്തി തന്നെയാണ്. എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ ഒരു അഭിഷേകം പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താ? പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ അതിനെ പ്രതിരോധിക്കാനും അതിജീവിക്കാനുള്ള മാർഗം പ്രാർത്ഥന തന്നെയാണ്, വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് ഈശോ താബോറിലേക്ക് അവരെ കൊണ്ടുവരണം. അപ്പോഴേ പിതാവ് അവർക്ക് ശ്രവണാഭിഷേകം കൊടുക്കും. എന്താണ്? ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, നിങ്ങൾ സംശയിക്കണ്ട, അവനെ ശ്രവിക്കുവിൻ. അപ്പോഴാണ് ശ്രവണാഭിഷേകം കിട്ടണത്. ശ്രുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾക്ക് എന്താ വേണ്ടത്? കൂടുതൽ പ്രയാസങ്ങൾ ഇരിക്കുന്നവർക്ക് എന്താ വേണ്ടത്? ശ്രവണാഭിഷേകമാണ് വേണ്ടത്, അല്ലേ? അതുകൊണ്ട് കൈകളൊന്ന് കാതിൽ വെച്ച് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ശ്രവണാഭിഷേകത്തിനായി അങ്ങയുടെ കഠിന വചനങ്ങളെ ജീവിതാനുഭവമാകുമ്പോഴേ ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാൻ വിഷമിക്കുമ്പോഴേ അങ്ങയുടെ വചനങ്ങളെ മത്തായിയുടെ സുവിശേഷത്തില് എഴുതിയിരിക്കുന്ന പോലെ അങ്ങയുടെ ഭാരം ലഘുവായി അനുഭവിക്കുവാൻ മത്തായി 11:28 അടിയനും പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ വചനത്തെ ലഘുവായി ഗ്രഹിക്കുവാൻ എൻ്റെ അന്ധകരണങ്ങളിലെ അഭിഷേകം നൽകണമേ. അമ്മേ പരിശുദ്ധമേ,
എല്ലാ മാലാഖമാരെ, വിശുദ്ധന്മാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, ഇന്ന് ഒരു സാമുവേലിൻ്റെ കഥ നമ്മൾ കേട്ടതാണല്ലേ. സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു സാമുവേലിനെ കുറിച്ച് പറഞ്ഞില്ലേ, സാമുവൽ ജോസഫ് സാംസൺ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങളാണ്. ഇപ്പോൾ സ്റ്റെനിയുടെ സാക്ഷ്യത്തിൽ സ്റ്റെനി സാംസൺ, അതാണ് ഇന്ന് ഡയറക്ടേഴ്സ് ചോയ്സായിട്ട് പറയണത്. സ്റ്റെനി പറഞ്ഞത് ആ സാമുവലിൻ്റെ പേര് പോലും ബൈബിളിൽ നിന്ന് മനുഷ്യൻ ഇത്രയും ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയല്ലേ. സാമുവലിൻ്റെ പേരെന്നായിട്ടാന്ന് പറഞ്ഞത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയവൻ. എന്താ അർത്ഥമാണ്? സാമുവലിനെ ഇതുപോലെ അന്ന ചോദിച്ചു വാങ്ങിയതാ ദൈവത്തോട്. കർത്താവിൻ്റെ മുമ്പിൽ മക്കളില്ലാതെ വന്നപ്പോഴേ അന്ന വന്ന് പിച്ചും പെയ്യും പറഞ്ഞ പോലെ തോന്നിയപ്പോൾ ഇവൾ വെള്ളം അടിച്ചിട്ട് ഒന്ന് സംസാരിക്കണം വിചാരിച്ചുകൊണ്ട് ഹേലി പറഞ്ഞു, നിനക്ക് എന്നാ പറ്റിയെന്ന് പറഞ്ഞ്. അപ്പം എന്നാ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളല്ല, എൻ്റെ മനസ്സിന് സഹിക്കാൻ പറ്റണില്ല. എനിക്കൊരു കുഞ്ഞിനെ കർത്താവ് തരികയാണെങ്കിൽ കർത്താവിന് തന്നെ ഞാൻ തന്നേക്കാം, എന്നാലൊരു കുഞ്ഞിനെ കണ്ട് എനിക്ക് മരിക്കണം. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നെ മച്ചിയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ആക്ഷേപിക്കുന്നുണ്ട്. ആൾക്കാരുടെ ആക്ഷേപത്തിൽ നിന്ന് എൻ്റെ മാനം രക്ഷിക്കണം എന്നൊക്കെ വളരെ ലളിതമായിട്ട് ഇവൾ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും. അതാണ് ആ സാമുവേൽ. അങ്ങനെയാണ് സാമുവേൽ ജനിക്കുന്നത്. ഹന്നയ്ക്ക് സാമുവേൽ ജനിക്കാൻ കാരണം അതാണ് ദൈവത്തോട് ഞാൻ ചോദിച്ചു വാങ്ങിയതാണെന്ന്. അപ്പം നമ്മുടെ സങ്കടങ്ങൾ അവരുടെ ആ പ്രാർത്ഥന സാമുവേലിൻ്റെ പുസ്തകത്തിലുണ്ട്. എന്ത് രസമാണെന്നറിയാവോ? അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്മാരെന്നെ മച്ചി എന്ന് വിളിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊന്ന് പെറ്റ് കാണിക്കണമെന്ന് പറഞ്ഞ്, എനിക്കൊന്ന് പെറ്റ് കാണിക്കണം. അന്നത്തെ കാലത്ത് ദൈവശാപം എന്നാണ് പറയണത്. മക്കളില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ദൈവശാപം എന്നാണ് പറയണത്. അപ്പം സമൂഹത്തിൻ്റെ ഈ കണ്ണും ഒക്കെ കണ്ട് ആൾക്കാർ ഇവളെ ഇങ്ങനെ തഴഞ്ഞ് കളയണമൊക്കെ ഓർത്തിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് വേദനയോടെ പറയും, ഈ നമ്മൾ തഴയണതൊന്നും നമുക്ക് നാക്കില്ലാഞ്ഞിട്ടാണ് ഈ കുഴപ്പം വരുന്നത്. നമ്മൾ തഴയപ്പെടണത്. നിങ്ങൾ തഴയപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, ഞാൻ തഴയപ്പെടുന്നുണ്ട്, വീടില്ലാത്ത കാരണം ഞാൻ തഴയപ്പെടുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഫീസ് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ തഴയപ്പെടുന്നുണ്ടെന്ന് പറയണം. എൻ്റെ മക്കളും നാട്ടുകാരുടെ മുമ്പിൽ തഴയപ്പെടുന്നുണ്ടോ? പണ്ട് പൂച്ചക്കണ്ണുള്ള ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു ബൈബിളിൽ, ലയായും റാഹേലും ഇല്ലേ. അപ്പം ലയ തഴയപ്പെടുന്നതായി കർത്താവ് കണ്ടു എന്ന് ബൈബിളിലൊരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലയ തഴയപ്പെടുന്നതായി കർത്താവ് കണ്ടു. അപ്പം നിന്നെ തഴഞ്ഞാൽ, വീടില്ലാത്തതിൻ്റെ പേരിൽ, വഴിയില്ലാത്തതിൻ്റെ പേരിൽ, ആരോഗ്യമില്ലാത്തതിൻ്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ, ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ നീ തഴയപ്പെടാൻ നിന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കൈ അടിച്ച് കർത്താവ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വചനം ഇതാണ്. ഉൽപ്പത്തി 19:31 എന്ന് പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം അധ്യായം 31-ാം വാക്യം. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ, ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. അപ്പം നിന്റെ അവഗണനകള് കർത്താവ് കാണും. എന്താ ചെയ്തത്? അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞ്, അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. ഇനി മക്കളില്ലാത്തവര് വയറ്റെ കൈവച്ച് കർത്താവ് നിനക്ക് ശക്തി തരും. ഇനി മക്കളില്ലാത്തവർ വയറ്റത്ത് കൈവെക്കുക.
കർത്താവ് നിനക്ക് ഗർഭധാരണ ശക്തി നൽകും. അച്ഛനോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. Lord Jesus, Lord Jesus, pour out your spirit. Lord Jesus, pour out your spirit. Touch with your fire finger. Soak with the precious blood. Lord, increase your spirit of power and grace. വചനം ഞങ്ങളെ ബോധ്യപ്പെടുന്ന നന്ദി പറയുന്നു കർത്താവേ. ഓ അഗ്നി അഭിഷേകമേ, സന്തോഷത്തോടെ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പം ചിലർ ലൈവായിട്ട് കാണുമ്പോൾ ചിലവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ കൊച്ചുണ്ടാകുമെന്ന് ചോദിക്കും. ഇന്ന് സ്റ്റെനിയുടെ സാക്ഷ്യം എന്താണ് നിങ്ങൾ കേട്ടത്? സ്റ്റെനി മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് ബ്രദറിൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രദർ കർത്താവിൻ്റെ കുരിശെടുത്ത് സ്റ്റെനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, അല്ലേ? അപ്പോഴെന്താ സംഭവിക്കണത്? പെട്ടെന്നൊരു പവർ അടിച്ചിട്ടു അവളുടെ കൈക്ക് ഷോക്കടിക്കും. അത് നമ്മൾ കർത്താവ് ലൈവായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അടയാളങ്ങൾ ഇതുപോലെ കാണിക്കുന്നത്. അപ്പം അടിവയറ്റിൽ അവൾക്ക് ചൂട് അനുഭവപ്പെടും. പിന്നെ എന്തോ ഒഴുകി മാറുന്ന പോലെ അവൾക്ക് ബോഡിയിൽ ഫീൽ ചെയ്യും. ആ സ്റ്റോറി പോണ പോക്ക് കണ്ടില്ലേ? സന്ധ്യയാകുമ്പോഴാണ് പിന്നീട് ആരാധന വരണത്. മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൻ്റെ ആരാധന സന്ധ്യക്കാണ്. അവിടെ സംഭവിച്ച കാര്യമൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അന്വേഷിക്കാറുമില്ല. കൗൺസിലിംഗ് 12 മണിക്ക് കർത്താവ് അത് കൗൺസിലിംഗ് സമയത്ത് ആ സിസ്റ്റിലുള്ള മുഴ പൊട്ടിച്ചതായിട്ട് ആരാധനയ്ക്കാണ് പറയണത്. അപ്പോഴാണ് സ്റ്റെനി മനസ്സിലാക്കുന്നത് രാവിലെ ഒഴുകിയ സ്രാവം മുഴ പൊട്ടിയതാണെന്ന് തിരിച്ചറിയുക. പിന്നീട് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറി, തടസ്സങ്ങൾ മാറി. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെടുകയും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ അവസാന ഉടമ്പടി 1 കൊല്ലം പൂർത്തിയാക്കും. 1 കൊല്ലം പൂർത്തിയാക്കുമ്പോഴും കുഞ്ഞുണ്ടാവത്തില്ല. അവിടെ അമ്മയുടെ മുമ്പ് വന്നിച്ചും പറയണൊരു വർത്തമാനമുണ്ട്. എന്താ? എൻ്റെ ഉടമ്പടി 1 കൊല്ലം പൂർത്തിയായ അമ്മേ, എനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന്. അപ്പം അത് ഭയങ്കര ചങ്ക് പൊട്ടിയാണ് പറയണത്. ഒരു വല്ലാത്ത പറച്ചിലാണ് ആ സംഭവം. അതായിരുന്നു ഏറ്റവും അഭിഷേകമുള്ള വാക്ക്. 1 കൊല്ലം പൂർത്തിയായ അമ്മേ, എനിക്ക് പരാതിയൊന്നും ഇല്ലെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ആ രാത്രി അമ്മ പ്രാർത്ഥന ഏറ്റെടുക്കുകയാണ്. പിന്നെ ഇവൾക്കൊരു പനി വരുമ്പോഴാണ്, 3-ാം ദിവസം പനി വന്നിട്ട്, പനി വരുത്തിയതാണ് ദൈവം. എന്താ? അവൾക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പനി വരുത്തി. പനി ചെന്ന് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറയാണ്, നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ആ സ്റ്റോറി എന്ത് മനോഹരമായിട്ടാണ് കർത്താവ് മക്കളെ ജീവിക്കണ ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ ജീവിക്കണത്. കൈയടിച്ച് കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ദൈവ മനസ്സിന് പ്രീതികരമായ പ്രാർത്ഥനയായിരിക്കത്തില്ല. പരിശുദ്ധാത്മാവിനറിയാം ദൈവ തിരുസ് മനസ്സിൽ പ്രീതികരമായ പ്രാർത്ഥന എന്താണെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവളുടെ മനസ്സിൽ കൊടുക്കുന്നത്. ഇതാണ് ഞാൻ ഈശോ പറയുന്നത്, നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. എന്തിനാണെന്നറിയാവോ? ലൂക്കാ 18:1 എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ്. നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. എന്തിനെങ്കിലും നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്?
നിരന്തരം ദൈവതിരുസന്നിധിയിൽ നിൽക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥന നമ്മളെ നിരന്തരം ദൈവതിരുസന്നിധി നിൽക്കും. അതിനാണ് നമ്മൾ ശരണം എന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ പുണ്യത്തിനേക്കാൾ ഒരു പടി കൂടി കൂടുതലാണ്. മക്കളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ ശരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ശരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ ഇടപെടും. എന്താണ്? ശനി, ഇത്രയും നാൾ നീ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഇനി കർത്താവിന് പ്രീതികരമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിന് തീരുമാനമുണ്ടാകും. അതുകൊണ്ട് പരാതിയില്ലെന്ന് പറഞ്ഞേക്കാൻ പറയും. എനിക്ക് പരാതിയില്ലെന്ന്. കാര്യം പരാതിയില്ലാത്ത 2 പേരാണ് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. കർത്താവിനെ അവൻ ദ്രോഹം അനുഭവിച്ചപ്പോഴേ അവനൊന്നും ഉരിയാടിയില്ലെന്നാണ് പറഞ്ഞത്, അല്ലേ? രക്ഷാകരമായ ദൗത്യങ്ങളിൽ ഈശോയുടെ ഒരു നിലപാടാണത്. ഐസയ 53:7 അവൻ ദ്രോഹം അനുഭവിച്ചപ്പോൾ പറഞ്ഞേ, അവൻ ദ്രോഹം അനുഭവിച്ചപ്പോൾ അവനൊന്നും ഉരിയാടിയില്ല. അപ്പം ഈ ദ്രോഹത്തിൻ്റെ മുമ്പിലെ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സങ്കടത്തിൻ്റെ മുമ്പിലെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ ഇങ്ങനെ നീളുമ്പോൾ നമുക്കുണ്ടാകുന്ന, കുടുംബത്തിലുണ്ടാകുന്ന വേദനകളുടെ മുമ്പിൽ നമ്മൾ കൈവരിക്കേണ്ട ഒരു നിലപാടാണത്. എന്താണ്? ഒന്നും ഉരിയാടിയില്ല. എന്താ കാര്യം? അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അതിനാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അവനൊന്നും, അതാണ് സ്റ്റെനി പറഞ്ഞത്. സ്റ്റെനിയോ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊടുത്ത രഹസ്യമാണത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൈയടിച്ച് കർത്താവ് പഠിപ്പിച്ചു നന്ദി പറയുന്നു കർത്താവേ. അഭിഷേകമേ കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ പ്രാർത്ഥനയിൽ സംയോജിക്കും. അപ്പോഴാണ് ഈ രഹസ്യം കൈമാറുന്നത്. നമ്മുടെ ഈ വാചിക പ്രാർത്ഥനയില്ലേ, ചില കാര്യങ്ങൾ വാചിക പ്രാർത്ഥന കൊണ്ട് നടക്കാതെ വരുമ്പോൾ നമ്മൾ ക്ലാസ്സിക്ക് മാറ്റം ഉണ്ടാക്കിയാൽ മതി. എന്താ കാര്യം? അതായത് കർത്താവ് ഏക ആത്മാവാണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ കർത്താവിൻ്റെ വചനത്തിൽ. യോഹന്നാൻ 4:24 കർത്താവ് ആത്മാവാകുന്നു. ഇനി കർത്താവിനോടുകൂടെ യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുന്നു. അതും വചനമാണ്. 1 കൊരിന്ത്യർ 6:7 വചനം. നമ്മളെ പ്രാർത്ഥനയിൽ കർത്താവുമായി യോജിച്ച് കഴിയുമ്പോൾ, അവനുമായി നമ്മൾ ഏകാത്മാവായി തീരുമ്പോൾ, ആ ഏകാത്മാവിൽ വെച്ചാണ് രഹസ്യങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. 1 കൊരിന്ത്യർ 2:16. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനസ്സെന്താണ്? പരാതിപ്പെടാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലതെന്ന്. അതാണ് സ്റ്റെനി പറയണത്. 1 കൊല്ലമായി ഉടമ്പടി കഴിഞ്ഞിട്ട് എനിക്ക് പരാതിയൊന്നുമില്ല. ആ സ്റ്റെനിക്ക് മാത്രമല്ല, അമ്മയും ആ ഒരു കാര്യത്തിൽ മിടിക്കുക. കാര്യം ഈശോയെ പോലെ തന്നെ ഞാൻ കൂട്ടി പറയണതാണ്. കാര്യം ചാണാക്കുഴി പെറ്റ് കിടന്ന കാലത്ത് ആട്ടിടയന്മാർ പെറ്റതില്ലേ? മാന്യമര്യാദയ്ക്ക് അന്നാവമ്മയുടെ കൂടെ വീട്ടിലെ ഭക്ഷണം കഴിച്ച് സമാധാനത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. പിടിച്ചിറക്കി കൊണ്ടുപോകുന്നതാണ്. അപ്പം അത് പെറാനായ സമയത്ത് എന്ത് ഒരു ഒന്ന് കൊരിന്ത്യർ 6:7 തന്നെയാണ് ഈ വചനമുള്ളത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ദ്രോഹം ക്ഷമിച്ചുകൂടാ?
പ്രാർത്ഥന താമസിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന കുറേ ദ്രോഹങ്ങളുണ്ടാകും. പ്രാർത്ഥന താമസിക്കുന്നതനുസരിച്ച് അതുമൂലം ഉണ്ടാകുന്ന ചില ദ്രോഹങ്ങളുണ്ടാകും. ഇപ്പം നമുക്ക് കടക്കാർക്ക് നമുക്ക് സമയത്ത് പൈസ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തന്തയ്ക്ക് വിളിക്കും, വീട്ടിൽ വന്ന് വെളുപ്പിന് എഴുന്നേറ്റ് വിളിക്കും, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ദ്രോഹമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കേണ്ട സമയത്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കണത് എന്താണ്? ദ്രോഹമായിട്ടാണ് അനുഭവിക്കണത്. ഇപ്പോൾ വിസയുടെ താമസമൊക്കെ പറയുന്നില്ലേ? വിസയുടെ താമസം പറയുമ്പോഴും നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചു, 15-ാം തീയതിക്കുള്ളിൽ ജൂലൈ 15-ാം തീയതിക്കുള്ളിൽ കയറിപ്പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ മാത്രമല്ല പ്രശ്നം, അവിടുത്തെ ഹോസ്റ്റൽ കാനഡയിലെ ഹോസ്റ്റൽ പ്രശ്നം ഉണ്ടാകും, ഫുഡ് അക്കോമഡേഷൻ എല്ലാം പ്രശ്നമാണ്, ദ്രോഹമാണ് വരാൻ പോണത്. ചില സമയത്ത് പ്രാർത്ഥന താമസിക്കുന്നതിലൂടെ ഇതുപോലുള്ള ചില ദ്രോഹങ്ങൾ വരാം. അപ്പോഴേ ഒരു വിശ്വാസി കൈവരിക്കേണ്ട നിലപാടാണ്, ദൈവം എന്നോടിങ്ങനെ ചെയ്തല്ല എന്ന് പൊട്ടത്തരവൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവമേ എന്ന് പറഞ്ഞ് നടന്നിട്ടും എനിക്ക് അവസാനം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടിയില്ലല്ല, എന്നോട് ഈ ദ്രോഹം ചെയ്തല്ല എന്ന് പറയരുത്. നിങ്ങൾ പറയും, പരിശുദ്ധാത്മാവില്ലെങ്കിൽ പറയും, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മിണ്ടണ്ടെന്ന് പറയും. കാരണം പണ്ട് ഇവിടെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന് ഓർക്കേണ്ടത്. യുക്രൈനും റഷ്യയും തമ്മിൽ അടിയാണ്. യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി തീരുമാനമെടുത്തു, റഷ്യ വിട്ടുകൊടുക്കത്തില്ല. കാര്യം അവിടെ പല ആണവ റിയാക്ടർ യുക്രൈനിലാണ് ഉള്ളത്. അപ്പോൾ റഷ്യ യുക്രൈനിലെ പിടിക്കുന്നു, ജനങ്ങൾ യൂറോപ്പിനോട് മനസ്സുള്ളത്. പക്ഷേ റഷ്യൻ ഗവൺമെൻറ് ഇവർ തമ്മിൽ യുദ്ധമായ അവസാനം. യുദ്ധമായപ്പോൾ എന്നാ പറ്റി? നമ്മുടെ നാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പോയ കുട്ടികളുടെ ഹോസ്റ്റലിൻ്റെ അവിടെ മെഡിക്കൽ കോളേജിൽ ബോംബ് വീണ്. അപ്പോൾ തന്നെ കോളേജ് അടച്ച് അവരപ്പം തന്നെ അവിടെ നിന്ന് രാത്രി നാട്ടിലേക്ക് പാക്ക് ചെയ്ത് 2 കൊല്ലം പഠിച്ച് പ്രോജക്റ്റ് വരെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. ബോംബ് വീണപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോന്ന്. ആ കോളേജും പോയി, ആ പഠനവും പോയി, ആ പ്രോജക്റ്റും പോയി, ആ 2 കൊല്ലവും പോയി, സർട്ടിഫിക്കറ്റും പോയി, മൊത്തം പോയി, എല്ലാം പോയി. അവർ വന്ന് ഉടമ്പടി ചെയ്ത് എൻ്റെ അടുത്ത് വന്നിരുന്നത് ഇനി എന്താണ് ജീവിതമെന്ന് ചോദിച്ചു. കാര്യം കാശാ പോയി, 10-25 ലക്ഷമായി. ഇനി എന്ത് ചെയ്യും? കോളേജ് ബോംബിട്ടിരിക്കുകയാണ്, യുക്രൈൻ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും ഓർക്കുകയെ, കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാനാണ് വഴിയെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലേ? 14:6 നമ്മളതിലല്ലേ വിശ്വസിക്കണത്? കർത്താവിൻ്റെ വചനത്തിലല്ലേ വിശ്വസിക്കണത്? ഞാൻ പറഞ്ഞു, കർത്താവിന് ഈ വിഷയത്തിൽ വഴിയുണ്ടാവും, നീ വെയിറ്റ് ചെയ്യാൻ പറയും. നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്യും? പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യും. ഒരു 3 മാസം പ്രാർത്ഥിച്ച്, എല്ലാം നഷ്ടപ്പെട്ട് തെച്ച് കഴുകിപ്പോയ വിഷയമാണേ. 3 മാസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുതിയ ഏജൻറ്റിനെ കിട്ടി എറണാകുളത്തു നിന്നും. അയാൾ വേറെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. അതിനുവേണ്ടി വന്ന് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പൈസ ഇല്ല, മറ്റേ പൈസ ഇല്ല, അപ്പുറത്ത് പോയിരിക്കുക. പിന്നെ ബന്ധുക്കളെയും സ്വന്തപ്പെട്ട ഒരു സഹോദരനെ കണ്ട് കാര്യങ്ങൾ പറയാൻ അവരുടെ കാശ് വാങ്ങിക്കാൻ വേണ്ടി ഈ സഹോദരി പോകും, അമ്മ പോകും, കൊച്ചിൻ്റെ അമ്മ പോകും. കാശും കൊണ്ട് വന്ന ദിവസം എനിക്ക് 20,000 രൂപ തന്നു. ഞാൻ എന്ത് പരിപാടിയെന്ന് ചോദിച്ചു. എല്ലാം നക്കിയവൻ്റെ ഗിരിതാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പരിപാടി നടക്കത്തില്ല, അല്ലാതെ തന്നെ ഞാൻ കാശ് മേടിക്കത്തില്ല. അതിലച്ചാൽ നമ്മുടെ അച്ഛൻ മേടിക്കേണ്ട, നമ്മുടെ പള്ളി പണിയാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ മകളുടെ അഡ്മിഷന് വേണ്ടി മേടിച്ച കാശല്ലേ ഇത്, അതെന്തിനാ പള്ളിക്ക് തരണത്? അങ്ങനെയല്ല അച്ഛാ, ഇത് ദശാംശമാണ്. എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി, അതിൻ്റെ 10,000,000 രൂപ അച്ഛൻ പള്ളി പണിയാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശ്വാസികൾ വിശ്വാസം ജീവിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം. ഇവൾ കയറിപ്പോയി പുതിയ കോളേജിൽ പോയി. പുതിയ കോളേജിലാണ്, റഷ്യയിൽ തന്നെ പുതിയ കോളേജിൽ. മറ്റേ കോളേജ് പോകുമ്പോട്ട് പോയി, അവിടെ പഠനം നടത്തണില്ല. പുതിയ കോളേജിൽ അഡ്മിഷൻ എടുത്ത് MBBS അഡ്മിഷൻ എടുത്ത് നടക്കുകയാണ്. ആ സമയത്ത് അവർക്ക് കർത്താവ് ഒരു ഹെൽപ്പ് ചെയ്ത്. എന്താണ്? ഇവളുടെ ബോംബിട്ട് പോയ ഹോസ്റ്റലിൻ്റെ അടുത്ത് താമസിച്ചിരിക്കുന്നൊരു വ്യക്തിയുമായിട്ട് ഒരു കണക്ഷൻ കിട്ടി. അവരുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ വാ, നമ്മൾക്ക് കോളേജ് അധികൃതരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഹോസ്റ്റൽ അധികൃതരുണ്ട്, നിങ്ങളുടെ മുറിയിൽ സംഭവം ഉണ്ടെങ്കിൽ പഴയ പ്രോജക്റ്റ് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ മാതാവ് അവരുടെ കൂടെ പോകും. എന്താ കാര്യം? ഉടമ്പടി ചെയ്തിരിക്കണതല്ലേ. അമ്മ അവരുടെ കൂടെ പോയി ആ പഴയ ഹോസ്റ്റലിൽ നിന്ന് പ്രോജക്റ്റ് എടുത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് പുതിയ കോളേജിൽ കൊടുത്ത് പ്രിൻസിപ്പളിനെ കൊടുക്കുമ്പോഴെന്താ സംഭവിക്കണത്? പ്രിൻസിപ്പൾ പ്രോജക്റ്റ് നോക്കി, അവരുടെ വർക്ക് ബുക്ക് നോക്കി, സർട്ടിഫിക്കറ്റ് നോക്കി വെരിഫൈ ചെയ്തിട്ടും പറഞ്ഞ് കുഴപ്പമില്ല, ഇവിടുന്ന് 2.5 വർഷം നീ പഠിച്ചതായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇനി 1.5 വർഷം കൂടി പഠിച്ചാൽ മതി എന്ന് കൈയടിച്ച് കർത്താവ്. ഇതാണ് കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായാൽ ദൈവതിരുസന്നിധിയിൽ നിന്ന് വിട്ടു പോകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം കർത്താവിൻ്റെ കയ്യിൽ എല്ലാത്തിനും പോകുമ്പോഴുണ്ട്. തൽക്കാലം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ആ ഉടമ്പടി, ഇതാണ് ആ കർത്താവ്, ഇങ്ങനെയാണ് എന്നോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അല്പവിശ്വാസിയെ പോലെ പിന്തിരിയരുത്. ശരണത്തോടെ നിൽക്കണം കർത്താവിൻ്റെ കയ്യിൽ. ഇത് നോക്കി, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് രാത്രി കർത്താവിനെ കണ്ടപ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഓർത്തില്ലെന്ന്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണല്ലോ. ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കണമല്ല ദൈവം ചെയ്യണത്, അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവ തിരുസേന നിൽക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണം. സ്റ്റാൻഡ് ചെയ്താണ് കറക്റ്റ് കാര്യം. കാര്യം എന്നാ പറഞ്ഞത്? 1 കൊല്ലമായി, 4 കൊല്ലമായിട്ട് മക്കളില്ല, 1 കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട്, എന്നാലും എനിക്ക് പരാതിയില്ല. അട്ടടയന്മാർ രാത്രി വന്ന് കണ്ടപ്പോഴേ അതിന് ഇത്തിരി വിഷമമുണ്ട്. എന്താ കാര്യം? വീട്ടുകാർ സ്വന്തപ്പെട്ടവരല്ലേ പെറ്റതറിയാൻ വരേണ്ടത്. ഒരു പരിചയമില്ലാത്ത കാട്ടാളന്മാർ വന്നിട്ട് എന്നാ കാണിക്കാനാ? അമ്മ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് രാത്രി ആരാ വന്ന് കാണുന്നത്? ആട്ടിടയന്മാരാണ്. ആരാ വന്ന് കാണേണ്ടത്? യൂദയ ഗോത്രത്തിലുള്ള നല്ല കുടുംബ പാരമ്പര്യമുള്ള ആളാ. പക്ഷേ ആരും ഇല്ലല്ലോ ഒരു പാരമ്പര്യം പറഞ്ഞിട്ടും. ചുട്ടു തല്ലുമ്പോൾ കൊല്ലത്തെയും പോയിട്ട് ഔഷപിതാവ് മാതാവ് മാത്രം. ചുട്ടു തല്ലുമ്പോൾ ആരും ഉണ്ടാകത്തില്ല നമ്മുടെ കൂടെ, നമ്മൾ മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഒരാളുണ്ടാകും. ആരാണ്? നിന്റെ ദൈവം. കൈ ഇട്ടിച്ച് കിടന്നാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആട്ടിടയന്മാർ പോയപ്പോഴേ അമ്മ പറയണ വാക്കാണ്. എന്താണ്? യേശുവിൻ്റെ അമ്മ ആ കാഴ്ച കണ്ടിട്ട് ആരോരുമില്ലാതെ അപരിഷ്കൃതരും അപരിചിതരുമായ മനുഷ്യർ വന്ന് നോക്കി നിന്നിട്ട് പോകുമ്പോൾ അമ്മ മനസ്സിൽ ഈശോയോട് പറയണ, അപ്പായോട് പറഞ്ഞ വാക്കാണ്. എന്താണ്? അപ്പാ പരാതിയില്ല, അപ്പാ പരാതിയില്ല എന്ന് പറഞ്ഞില്ലേ? അതിനാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ അമ്മ ആരോടും പരാതി പറയാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2:19 അതാണ് ലുക്ക 2:19. അട്ടിടയന്മാർ പോയപ്പോൾ യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചില സമയത്ത് ദൈവം പറയണത് പോലും നമുക്ക് മനസ്സിലാവത്തില്ല, ദൈവം ചെയ്യണത് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് മനുഷ്യരാശിയോട് പറഞ്ഞ ആളാണിത്. പണ്ട് ഈശോ അമ്മയോട് ചോദിച്ചായിരുന്നേ, നിങ്ങൾ എന്താ എന്നെ അന്വേഷിച്ചത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, എനിക്ക് എൻ്റെ ജോലി എന്ന രീതിയിൽ ഇങ്ങനെ മുറിച്ച് സംസാരിച്ചൊരു സമയമുണ്ടായിരുന്നു. കാര്യം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണവനാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതാണ് സംഭവം. അർത്ഥം മുറിച്ച് സംസാരിക്കുകയല്ലേ. ദൈവം ചില സമയം സംസാരിക്കണത് അർത്ഥം മുറിച്ചായിരിക്കും. ഒരു കോംപ്രമൈസും ഇല്ലാതെ നമുക്കൊരു സാന്ത്വനം തരാതെ സംസാരിച്ച് കളയും. അലഞ്ഞു കെട്ടി ഒരു നാരങ്ങാ വെള്ളത്തിൻ്റെ കാശ് കൈലേസിൽ മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഇയാൾ അന്വേഷിക്കാൻ വേണ്ടി 2ാമത് ചെല്ലണത് വീട്ടിലോട്ട്. ഒരു കാർപ്പൻ്റർ ജോലി ചെയ്തിട്ട് ഉളിയും കൊട്ടുകൊഴുത്തിൽ കാണിച്ചിട്ട് വേണം ആ 2-3 പേരുടെ കുടുംബം കഴിയാൻ. അതിന് മിച്ചം വെച്ചിട്ടാണ് പെരുന്നാളിന് പോണത്. പെരുന്നാളിന് തിരിച്ച് വന്നിട്ട് പിന്നെ പകുതി നടന്നതിന് ശേഷം പിന്നെയും തിരിച്ച് നടന്നു പോകുമ്പോൾ ഇനി ആരാണ് നാരങ്ങ വെള്ളത്തിന് കാശ് കൊടുക്കുന്നത്? അപ്പോഴാണ് അമ്മ ചോദിക്കണത്, ഈശോ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഈശോ അതിനുള്ള മറുപടിയാണ് പറയണത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. എന്താണ്? പിതാവിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിനേക്കാൾ പിതാവിൻ്റെ കാര്യത്തിന് പ്രാധാന്യം വരുമ്പോഴാണ് നിങ്ങൾ ചില സമയത്ത് വഴിയോരത്തായി പോണത്. ദൈവപൈതലെ, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ
നിൻ്റെയും എൻ്റെയും കാര്യത്തെക്കാളുപരി ദൈവകാര്യത്തിന് പ്രാധാന്യം വരുമ്പോൾ ഓർക്കുക, നിനക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കാലമായി എന്ന് കൈയടിച്ച് കർത്താവ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതാണ് ലൂക്ക 2:51. കർത്താവ് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ ഹൃദയത്തിലെ സംഗ്രഹിച്ചുവെന്ന്, പരാതിയില്ലെന്ന്. എൻ്റെ അർത്ഥം എന്താണ്? ഈശോ, നീ തന്നെയാണ് ഞങ്ങളോട് പറയാതെ ജെറുസലേം ദേവാലയത്തിൽ തങ്ങിയത്. ഞങ്ങൾ പാവത്തങ്ങൾ ഇതൊന്നും അറിയാതെ നീ ഉണ്ട്, ഔസേപ്പിതാവിൻ്റെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിൻ്റെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഔസേപ്പിതാവ് നടന്ന് 2 ദിവസത്തെ വഴി കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരുടെ കയ്യിലും ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണും തള്ളി ശരീരം വിറച്ച് തല്ലി കാശുമില്ലാതെ വീണ്ടും തെണ്ടിത്തിരിഞ്ഞ് ദേവാലയത്തിലെത്തിയപ്പോൾ നീ ഒരു സാന്ത്വന വാക്ക് പറഞ്ഞില്ലല്ലോ ഈശോ. ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ചിലപ്പോൾ ഒരു സാന്ത്വന വാക്ക് പോലും കിട്ടത്തില്ല. അപ്പം നീ എന്ത് ചെയ്യണം എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴും പറയും ഈശോ, അങ്ങനെ പറഞ്ഞാലും എനിക്ക് പരാതിയില്ലെന്ന് പറയും. യേശുവിൻ്റെ അമ്മ ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ട നിനക്കറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും യേശുവിൻ്റെ അമ്മ ഈശോനോട് പരാതി പറയത്തില്ല. എന്തു ചെയ്യും? അവൾ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പറയാതെ പറയുന്ന വാക്കെന്താണ്? കർത്താവേ, എന്ത് നീ പറഞ്ഞാലും എനിക്ക് പരാതിയില്ലെന്ന്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ചിലരൊക്കെ എന്നെ വിളിച്ച് പറയവേ, നിങ്ങളുടെ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയും ഇതിൻ്റെ സ്വരവും ബഹളവും ഒക്കെ ഒരു തരം എന്താണ് ആധ്യാത്മികതയിൽ ഒരു ഈട് കുറഞ്ഞ പരിപാടിയാണ്. ഏറ്റവും ഡെപ്തുള്ളത് മൗന പ്രാർത്ഥനയ്ക്കാണെന്ന്. ഏറ്റവും ഡെപ്തുള്ളത് മൗന പ്രാർത്ഥനയ്ക്കാണെന്ന്, സൈലൻസിനാണെന്ന്, സൈലൻസ് പ്രെയർ. ഞാനത് നിഷേധിക്കണില്ല. പക്ഷേ 2 തരം സൈലൻസ് ഉണ്ട്. പുല്ലുവായ എടുത്തിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് മിണ്ടാണ്ട് അരമണിക്കൂർ അമ്മിക്കല്ല് പോലെ ഇരിക്കണമല്ല പ്രാർത്ഥന. ആക്റ്റീവ് സൈലൻസ് and passive silence. We are seldom speak about the active silence. എന്താണ് ആക്റ്റീവ് സൈലൻസ് എന്ന് പറഞ്ഞാൽ? എന്താ? മിണ്ടാണ്ട് മൗനമായിട്ട് വ്രതം എടുത്തിരിക്കണത് പാസീവ് സൈലൻസാണ്. അമ്മയുടേത് പാസീവ് സൈലൻസ് അല്ല. ഹൃദയത്തിൽ സംഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറുന്നതെന്ന് കാണുമ്പോൾ, ജീവിതത്തിൽ പ്രാതികൂല്യങ്ങൾ പെരുകി വരുമ്പോൾ ആ പ്രാതികൂല്യങ്ങളെക്കുറിച്ച് പെരുമാറാതെ അതാണ് ദൈവരാജ്യമെന്ന്, എന്നിൽ ദൈവരാജ്യമാണ് സംഭവിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരാതിയില്ലാതെ നിന്റെ രാജ്യം വരണമെന്ന് പറയുന്നതാണ് ആക്റ്റീവ് സൈലൻസ്. അമ്മ ആക്റ്റീവ് സൈലൻസിന്റെ ആള് രൂപമാണ്. കൈ ഇടിച്ച് കർത്താവ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ശരീരത്തിൽ ചില ഭാഗങ്ങൾ തിണർത്ത് വരുന്നുണ്ട്. ഇങ്ങനെ വയലറ്റിലും ഇളം വയലറ്റിലും വയലറ്റ് കളറിലും വൃത്തത്തിൽ ഇങ്ങനെ എന്തോ ഒരു പാട്, എന്തോ ഒരു വ്രണത്തിൻ്റെ പാടുകളാണ്. ഒത്തിരി വ്രണമായിട്ടില്ല, പക്ഷെ ഒരു ചൊറിച്ചിലുള്ള ഒരു പാട്. ആ രോഗം എന്തായാലും കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശ്വാസം എടുക്കുമ്പോൾ വേദന, കൈ പൊക്കുമ്പോൾ വേദന, നീര് വീണാണെന്നൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നെങ്കിലും അതല്ല. വലത് കൈ പൊക്കുമ്പോഴും ശ്വാസം എടുക്കുമ്പോൾ വേദനയുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വർഷം കഴിയുമ്പോൾ കല്യാണമുള്ളവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹാ വിവാഹത്തിന് പണമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹത്തിന് കാര്യങ്ങൾ ഒത്തുവരാത്തവരെ, ഭൗതിക സാഹചര്യം
പ്രതികൂലമായി നീങ്ങുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ മക്കളുടെ മേൽ ചൊരിയട്ടെ. ഹല്ലേലൂയ, യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 യേശു സ്തോത്രം, യേശു സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂക്കിൻ്റെ ഉള്ളിലെ, അതായത് നമ്മളുടെ കണ്ണിൻ്റെ ഇടത് കണ്ണിൻ്റെ ഒരു വിരൽ, ജസ്റ്റ് ഒരു വിരൽ വീതിക്ക് താഴെ അകത്ത് ഒരു പാടുണ്ട്. ചൊറി വരുന്ന പോലെ ഇരിക്കുന്ന എന്തോ ഒരു പാടാണ്. ചില സമയത്ത് കൈയൊന്ന് ഇട്ട് നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നും, പക്ഷെ പറ്റത്തില്ല. അവിടെ വരെ കൈ വിരൽ എത്തത്തുമില്ല. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേ. യേശു ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് വചനങ്ങൾ തരണമേ കർത്താവേ. കർത്താവേ, വചനങ്ങൾ തരണമേ കർത്താവേ. രോഗസൗഖ്യ അങ്ങേ മക്കളെ അങ്ങ് സുഖപ്പെടുത്തണമേ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കിഡ്നി രോഗികളും നടുവേദനക്കാരും അടിവയറ്റിലും നടുവിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികൾ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മക്കളും വിശ്വാസപ്രമാണം ചൊല്ലി സ്തുതിച്ചും പ്രാർത്ഥിക്കേണ്ടതാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ, അങ്ങയുടെ വിശുദ്ധമായ വലത് കരം കർത്താവെ കിഡ്നി രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. കരൾ രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. ഈശോ സ്പർശിക്കണ കർത്താവെ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പം രോഗികളായി മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഈശോനോട് മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അസ്ഥി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പങ്ക്രിയാസ് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പുസ്തക രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണമായി സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികളെ സൗഖ്യപ്പെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ. എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്ത ഈശോയെ നന്ദി പറയുന്നു. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ശ്വാസകോശ രോഗികൾ, ഹൃദയത്തിന് അസുഖമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ത്വക്ക് രോഗികൾ, വാതരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേളി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന അസ്ഥിരോഗികള്, വാതരോഗികള്, ഹൃദയസ്പർശികള്, ഹൃദയരോഗികള്, വാൽവിന് വീക്കമുള്ളവര്, വാൽ ഇടുങ്ങിപ്പോയവര്, കരൾ രോഗികള്, ത്വക്ക് രോഗികള്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവം തേടിയ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദൈവം തേടിയ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ബിസിനസ് തകർന്നു പോകുന്നവരെ, ഇപ്പോൾ കച്ചവടവും നടക്കാത്തവരെ,
അതുകൊണ്ട് വരുമാനം മുട്ടിപ്പോയവർ, വീടില്ലാത്തവർ, വീടില്ലാത്തതിൻ്റെ പേരിൽ അപമാനവും അവഗണനയും ഒക്കെ അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ. ആ മറിയാമ്മ വിൻസെൻ്റ് സഹോദരിയുടെ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം അവരെ സ്നേഹിച്ച് കൊണ്ടുപോയി ഒപ്പിട്ട് പ്രാർത്ഥിക്കുക. വളരെ സർക്കാസ്റ്റിക്കായിട്ടാണ് ചേച്ചി സാക്ഷ്യം അവതരിപ്പിച്ചത്, വളരെ ഹൃദ്യമായിട്ടുണ്ട്. പക്ഷെ അതല്ല, അവർ ഓരോ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായിട്ട് കാണുന്ന സുവിശേഷത്തിൻ്റെ ഒരു അരൂപിയിലാണ് ആ വിഷയമെല്ലാം ചെയ്യണത്. ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങൾക്കും അടിക്കടി വിടുതൽ പ്രാപിച്ചുകൊണ്ട് ആ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, കർത്താവേ, വെള്ളമില്ലാത്തവര്, പലതരത്തിലുള്ള ഭൗതികമായ സാഹചര്യങ്ങളുടെ പരാധീനതയാൽ സമൂഹത്തിലെ അവഗണന അനുഭവിക്കുന്നവര്, ഞെരുങ്ങുന്നവര്, ജോലിയില്ലാത്തവര്, വരുമാനമാർഗമില്ലാത്തവര്, വരുമാനമാർഗം മുട്ടിപ്പോണവര്, കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒരു നീക്കിപ്പോക്കില്ലാത്തവരെ, കുടുങ്ങിപ്പോയവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുന്നിലെ കണ്ണീരോടെ പകച്ചു നിൽക്കുന്നവരെ, കർത്താവേ കാരുണ്യം ചൊരിയണമേ. എല്ലാം പുതുതായി തുടങ്ങാൻ പ്രത്യാശയുടെ ദൈവകരുണ ആഞ്ഞു വീശട്ടെ. ഹല്ലേലൂയ. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമക്കളെ, അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ, ഓപ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെയും കോൾ ഫോർ ചെയ്യാതെ വരുന്നവർ, ഇപ്പം കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റിൽ തന്നെ പ്രതീക്ഷിച്ച സബ്ജക്റ്റ് കിട്ടാതെ ജീവിതം അകപ്പാടെ വിഷമിക്കുന്നതിലോ വിചാരിക്കുന്നവർ, വിദ്യാർത്ഥികൾ, ഇവിടെ ഉള്ളവർ മാത്രമല്ല കേട്ടോ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തവരും പുറത്തുള്ളവരെ എല്ലാം നിങ്ങൾ ഈ സമയത്ത് ഓർക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളും, വേദന അനുഭവിക്കുന്നവരെ, രോഗപീഡിതരെ, കർത്താവെ വിദ്യാഭ്യാസ മേഖലകളിൽ ആരും സഹായമില്ലാത്തവരെ എല്ലാവരും, കർത്താവെ ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം യോജിക്കുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ കൃപ, ഭൗതിക സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപാ പെരുന്നതിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപാ പെരുന്നതിയെ, അനുദിനം നിൻ പദംഗതിയെ, അടിയനുദിൻ കൃപമതിയെ, അനുദിനം നിൻ പദംഗതിയെ, അടിയനുദിൻ കൃപമതിയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. എന്തെങ്കിലും അച്ഛൻ നിങ്ങളുടെ കാര്യങ്ങൾ
പ്രാർത്ഥനയിൽ അനുസ്മരിക്കാൻ വിട്ടുപോയെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോഴത് ഓർക്കുക. തീർച്ചയായിട്ടും ഈ മണ്ണിൽ നിന്ന് ഇറങ്ങണ മുമ്പ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. എന്തെങ്കിലും അച്ഛൻ നിങ്ങളുടെ വിഷയങ്ങൾ വിട്ടുപോയിട്ടെങ്കിൽ തോന്നിയിരുന്നെങ്കിൽ എൻ്റെ കാര്യം അച്ഛൻ പ്രാർത്ഥനയിൽ പറഞ്ഞില്ലല്ല എന്ന് ആർക്കെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ഇപ്പോഴത് ഓർക്കുക. അമ്മാവനുമായിട്ട് കൈകൾ കൂപ്പിയൊന്ന് ഓർക്കണം.